ഇന്നലെ നമ്മുടെ ഈ വണ്ടിയുടെ ഷോർട്സ് ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഏകദേശം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ 1 വർഷത്തിന് മുകളിലായി ഇവനെ സ്റ്റാർട്ട് ചെയ്തിട്ട്. അതേപോലെ തന്നെ ഇവനെ ഞാൻ നല്ല രീതിയിൽ ഓടിച്ചിട്ട് ഏകദേശം 6 വർഷം ആവാൻ പോകുന്നു. ഇവൻ ഏറ്റവും കൂടുതൽ ഞാൻ ഓടിച്ചിട്ടുള്ള വണ്ടിയും എൻ്റെ ആദ്യത്തെ വണ്ടിയാണ്. ഞാൻ +2 പഠിക്കുമ്പോൾ എടുത്ത വണ്ടിയാണ്. അത് എൻ്റെ വാപ്പ എടുത്തതാണ്. അപ്പോൾ അന്ന് നമ്മളിത് എടുത്ത് വെച്ചു. അന്ന് ഇതിന് വലിയ വിലയൊന്നുമില്ല. ഇതിനാകെ ഉണ്ടായിരുന്ന വിലയെന്ന് പറയുന്നത് 55,000 രൂപ ഷോറൂം പ്രൈസും അതിൽ അന്ന് ഓണത്തിൻ്റെ ഡിസ്കൗണ്ടായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയത് 50,000 രൂപയ്ക്കാണ്. 5,000 രൂപ ഡിഡക്ഷനും പോയിട്ട് 50,000 രൂപയ്ക്കാണ് ഈ വണ്ടി എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അതിനുശേഷം ഞാനിത് ഒരുപാട് വർഷം, അതായത് എൻ്റെ ഒരു നല്ല ടൈമിലെല്ലാം ഞാൻ +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, ആ ടൈമിലെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണിത്. അത് കഴിഞ്ഞ് പിന്നെ ഗൾഫിൽ പോയി കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ചൊന്ന് മാറ്റം വരുത്തി ഒതുക്കി വയ്ക്കുകയും പിന്നെ വന്ന് എടുക്കും, കുറച്ചാലൊക്കെ എടുക്കും. അതിനുശേഷം പിന്നെ വേറെ വണ്ടിയൊന്നും എടുത്തിട്ടില്ല. ഈ ഒരു വണ്ടി തന്നെയാണ് മാക്സിമം ഉപയോഗിച്ചത്. ഇപ്പോഴാണ് വേറെ വണ്ടികൾ. അതിനുശേഷം വേറെ പൾസർ 220 എടുത്തു. ആ 220 കംപ്ലൈൻ്റായി, അത് ഒഴിവാക്കി. എന്നാലും ഇവൻ ഇപ്പോഴും നമ്മുടെ കയ്യിൽ ഇതേപോലെ തന്നെ ഇരിപ്പുണ്ട്, ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ എത്ര മാസം എത്ര വർഷം സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്നാലും മാക്സിമം ഒരു 2 അടി അല്ലെങ്കിൽ 3 അടി, അതിൽ കൂടുതൽ അടിക്കേണ്ടി വരില്ല, വണ്ടി സ്റ്റാർട്ടാവും. അത് ഞാൻ അവസാനം കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെ 2 പേര് സഹായത്തിനുണ്ട്. ഒരാൾ വെള്ളമൊക്കെ ഒന്ന് കലക്കി തരാനും മറ്റൊരാൾ വീഡിയോ എടുക്കാനുമാണുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ മക്കളെ നമുക്കിന്ന് വേറെ പണിയൊന്നുമില്ലല്ലോ, ഇതൊന്നും എടുത്ത് കഴുകിയെടുത്ത് കുറച്ചൊന്ന് ഓടിക്കണം, കുറച്ച് നാളായി പുറത്തൊക്കെ ഇറക്കിയിട്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നിട്ട് എടുപ്പിക്കുന്നതാണ്. അപ്പോൾ എന്തായിരുന്നാലും നമ്മളിതൊന്ന് നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഒരു സുഖം കിട്ടത്തില്ല. സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് പിന്നെ അഴുക്കൊക്കെ പിടിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതൊരു നമുക്കൊരു ഇറിറ്റേഷൻ പോലെയാവും. അതുകൊണ്ട് നല്ല രീതിയിലൊന്ന് കഴുകി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇവനെ എൻ്റെ കൈ കിട്ടിയിട്ട് ഇപ്പോൾ ഏകദേശം 20 വർഷം കഴിഞ്ഞു. 20 വർഷം കഴിഞ്ഞു. അതിനുശേഷം 4 ബൈക്കാറ്റം എടുത്തു. ഈ 4 ബൈക്കിൽ നമ്മൾ ഒരെണ്ണം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ബാക്കി 3 എണ്ണവും നമ്മൾ ഒന്ന് ആക്രി വിലയ്ക്ക് തന്നെ കൊടുക്കേണ്ടി വന്നു. ബാക്കി 2 എണ്ണം അല്ലാണ്ട് തന്നെ കൊടുത്തു. അപ്പോൾ ഇവൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, നമ്മൾ അത്രയും കാലം ഉപയോഗിച്ചു അങ്ങനെ വന്ന വണ്ടിയാണ്. ഇത് സ്ഥിരം ഓടിച്ചു കഴിഞ്ഞാൽ മറ്റൊരു വണ്ടിയും ഓടിക്കാൻ മനസ്സ് വരത്തുമില്ല. പക്ഷേ ഇപ്പം ആക്റ്റീവ സ്ഥിരം ഓടിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് പ്രാവിനുള്ള തീറ്റയോ കോഴിക്കുള്ള തീറ്റയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ ആക്റ്റീവ വളരെ യൂസ്ഫുള്ളാണ്. അതുകൊണ്ട് ഇപ്പം കൂടുതൽ ടൈമും ആക്റ്റീവാണ് ഉപയോഗിക്കുന്നത്. അതുമാത്രമല്ല, വലിയ അത് എങ്ങനെയും എടുത്തുകൊണ്ട് പോവാം. നമുക്ക് അത്രയും വലിയ ബുദ്ധിമുട്ട് ഇല്ല. ഇതും ബുദ്ധിമുട്ടുള്ളതുകൊണ്ടല്ല, വല്ല കറങ്ങാനോ അങ്ങനെ എന്തെങ്കിലും പോവുകയാണെങ്കിൽ മാത്രം ഇതും. മറ്റുള്ള ജോലി ആവശ്യത്തിനും മറ്റുള്ളതിനൊക്കെ എടുക്കുന്നത് നമ്മുടെ ആക്റ്റീവയാണ്. അതിനുശേഷമുള്ള എത്രയോ വണ്ടികൾ നമ്മളെടുത്ത് ഒഴിവാക്കി. പക്ഷേ ഇവൻ നമ്മളെ ഇതേ കണക്ക് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ 3 കൂടെ ഇതിനൊന്ന് കഴുകി റെഡിയാക്കിയൊക്കെ എടുത്തിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ സ്റ്റാർട്ട് ചെയ്തൊക്കെ വെച്ചിട്ട് കാണിക്കുകയാണ്. അല്ല, നമ്മുടെ സ്റ്റാർട്ടിങ്ങിന് ആ ഒരു വീഡിയോ കറക്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. 2ാമത്തെ അടിക്ക് വണ്ടി സ്റ്റാർട്ടാണ്. 2ാമത്തെ അടി വണ്ടി സ്റ്റാർട്ടാകുമ്പോൾ അതിൽ കുറേ പുക, അതായത് പുക എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ എടുക്കാത്തതിൻ്റെ കുറച്ച് കരടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റേതും പിന്നെ ഓയിൽ ചേഞ്ച് ചെയ്തിട്ടില്ല, അതിൻ്റേതുമായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. എങ്കിലും നമുക്ക് 2ാമത്തെ അടിക്ക് വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഞാനതെടുത്തൊന്ന് ഓടിച്ചൊക്കെ നോക്കി തിരിച്ചുകൊണ്ട് വെച്ചിട്ടാണ് ഇപ്പോൾ വീണ്ടും ഇന്ന് തൊട്ട് ആക്റ്റീവയിലോട്ട് ആയിട്ടുണ്ട്. ഇത് നമുക്കങ്ങനെ റഫ്യൂസിന് നടക്കൂല എന്നല്ല, അത്രയും നമുക്കിപ്പോൾ ഒരു ചാക്ക് തീറ്റയൊക്കെ എടുത്തുകൊണ്ട് വരണമെങ്കിലും ആക്റ്റീവയാണ് ബെസ്റ്റ്. അതുകൊണ്ട് അങ്ങനെ ഞാൻ കൊണ്ടുപോകുന്നു. അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾ കാണാം. ഇത് നമുക്ക് ഒരു ടൈം പാസിന് ചെയ്യുന്ന വീഡിയോ ആണ്, അല്ലാണ്ട് ഇതുകൊണ്ട് ഒരു ഉപയോഗവും ഇല്ല. പിന്നെ ഇതിൽ നമുക്ക് നമ്മുടെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മുടെ വണ്ടിയുടെ പ്ലേറ്റിംഗ് എല്ലാം പക്കയാണ്. അതിൽ നമുക്ക് ആ ബ്രേക്കും അതുമെല്ലാം പ്ലേറ്റിങ്ങിലൂടെ തന്നെ കാണാൻ പറ്റും. അത് ഒരു ശകലം പോലും തുരുമ്പോ കാര്യങ്ങളോ ഒന്നും അതിലില്ല. അപ്പോൾ അതിന് മെയിനായിട്ടുള്ളൊരു കാരണം, നമ്മൾ ഈ കൊണ്ടുവയ്ക്കുന്ന സമയത്ത്, വണ്ടി കൊണ്ട് ഒതുക്കി വയ്ക്കുന്ന സമയത്ത് എപ്പോഴും അതിൽ ശകലം, അതായത് ഒരുപാടല്ല, ശകലം ഓയിലിൻ്റെ അംശത്തിൽ അങ്ങ് നല്ല രീതിയിൽ അങ്ങ് തേച്ച് വെച്ചേക്കും. പ്ലേറ്റിംഗ് ഭാഗത്തെല്ലാം തേച്ച് വെച്ചേക്കും. അപ്പോൾ എന്നിട്ട് പിന്നെ അതിനുശേഷം വണ്ടി ഓടിക്കില്ല. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഇരുന്ന് വീണ്ടും പൊടി അതിൽ പിടിച്ചിട്ട് പിന്നെ ആ ഭാഗം തുരുമ്പിക്കും. ഇതിപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ചെറിയൊരു ഓയിലിൻ്റെ ഇതങ്ങ് തേച്ചങ്ങ് വെച്ചേക്കും. അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി എപ്പോഴാണ് എടുക്കുന്നത് ആ സമയം നല്ല രീതിയിൽ കഴുകിയിട്ടാണ് എടുക്കുന്നത്. ഇത് കണക്ക് നല്ല രീതിയിൽ കഴുകിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ വീണ്ടും ആ പ്ലേറ്റിംഗ് എല്ലാം പക്കയായിട്ട് നമുക്ക് മുഖം നോക്കാം. അത്രയ്ക്കും നല്ല ക്ലിയർ ആയിരിക്കും വണ്ടി.
പിന്നെ ഇതിപ്പം പഴയ വണ്ടികളൊന്നും അങ്ങനെ ആരും ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. പുതിയ വണ്ടികൾ ഉപയോഗിച്ചിട്ട് സത്യം പറഞ്ഞാൽ 2-3 വണ്ടി വാങ്ങി ഓടിച്ച് നോക്കിയിട്ട് ഇഞ്ചിൻ്റെ ചലപ്പ് കാരണം നമുക്ക് ആ വണ്ടി ഓടിക്കാനും പിന്നെ ബാക്കിൽ നല്ല വൈബ്രേഷൻ വരുന്നുണ്ട് പുതിയ വണ്ടിക്ക്. അതിനെന്തോ ബുഷൊക്കെ ചേഞ്ച് ചെയ്യണമെന്നൊക്കെ പറയുന്നു. പക്ഷേ നമ്മുടെ വണ്ടിക്ക് അങ്ങനെയുള്ള ഒരു കംപ്ലൈൻറ്റും ഇല്ല. ക്രാങ്ക് വെയിറ്റ് കൂടുതലാണ്, എല്ലാം പക്കയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായിരുന്നാലും ജസ്റ്റ് ഒന്ന് കഴിഞ്ഞു ഒന്ന് നല്ല രീതിയിൽ തുടച്ചൊക്കെ എടുത്തതിന് ശേഷം ഒരു ചെറിയൊരു തുടപ്പൊക്കെ തുടച്ചതിന് ശേഷം ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ അത് എങ്ങനെയാണെന്നുള്ളത്. കാരണം വലിയ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ അത് സ്റ്റാർട്ടാവും. ഒട്ടുമുക്കാൽ ഭാഗം വണ്ടിയും മറ്റേ പൾസർ അങ്ങനെയുള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ 1 വർഷമൊക്കെ ഓടിക്കാതെ വെച്ചാൽ നമുക്ക് പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ കൊണ്ട് വരണം, എങ്കിലേ അത് സ്റ്റാർട്ടാവും. ബുള്ളറ്റൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 10 അടി ഇല്ലാണ്ട് ഒരു വണ്ടിയും സ്റ്റാർട്ടാവില്ല. അപ്പം അതിനിടയ്ക്ക് എൻ്റെ ഇളയ മോൻ വന്നിട്ട് പറയുന്നുണ്ട്, വാപ്പച്ചി ഞാനിത് കൈ കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരട്ടെ വണ്ടി എന്നും പറഞ്ഞ് കിക്കറിലൊക്കെ ഒന്ന് പിടിച്ച് വലിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവന് ഇതിൻ്റെ ഒരു ചെറിയൊരു ക്രൈസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വണ്ടി എപ്പോൾ എടുത്തിരുന്നാലും വന്ന ആശാൻ വരും, ഇപ്പോൾ നോക്കിക്കോളൂ സ്വിച്ച് ഇട്ടു. നമ്മൾ രണ്ടാമത്തെ അടി ഫസ്റ്റ് അടി ഒന്ന് അടിച്ച് നോക്കിയത് എങ്ങനെയാണ് അതിൻ്റെ ഇതൊന്നും അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് അടിച്ച് നോക്കുന്നുണ്ട്. നോക്കിയിട്ട് രണ്ടാമത്തെ അടിക്ക് വണ്ടി സ്റ്റാർട്ടാകുമ്പോൾ ശ്രദ്ധിച്ചോളൂ, ഇഷ്ടം പോലെ പുകയാണ് പറഞ്ഞത്. കാരണം കുറച്ചാലും എടുക്കാത്തത് കൊണ്ടാണ്. അപ്പം അത് കള്ളമാണെന്ന് നിങ്ങൾ പറയരുത്. കാരണം അത് നമ്മൾ ആ ഒരു ലെവലിൽ കാണിച്ചിരുന്നാണ്ട ഫുള്ള് പുകയാണ്. അത് കുറച്ച് നേരം അത് ഒരു മിനിറ്റിനകത്ത് ആ ഇതങ്ങ് കഴിഞ്ഞ് കിട്ടും പുക. അപ്പോൾ ഈ സൈലൻസറിൻ്റെ ഇപ്പുറം സൈഡ് കൂടെ ചെറിയൊരു ലീക്കുണ്ട്, അവിടെ കൂടെയും ചെറിയൊരു പുക വരുന്നുണ്ട്. അത് പിന്നെ ഓട്ടത്തിൽ കുറച്ച് നേരം കഴിയുമ്പോൾ അങ്ങ് ക്ലിയർ ആയിക്കോളും. അപ്പോൾ അതേപോലെ തന്നെ ഞാനൊന്ന് ഒരു റൗണ്ട്സായിട്ട് എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടൊക്കെ കൊണ്ട് വെക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ ചിലപ്പോൾ എടുക്കുന്നത് ചിലപ്പോൾ 6 മാസമോ 1 വർഷമോ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴുകി റെഡിയാക്കി സ്റ്റാർട്ട് ചെയ്തൊക്കെ ഒന്ന് വെക്കും. പിന്നെ ഓയിലൊക്കെ നമ്മൾ കറക്റ്റ് സർവീസിനെ കൊണ്ട് കയറ്റുന്നുണ്ട് സമയം കിട്ടുമ്പോൾ. അത് ചിലപ്പോൾ 1 വർഷമോ 2 വർഷമോ ആകുമ്പോഴാണ് കൊണ്ട് കയറ്റുന്നത്. ഇപ്പോൾ ഓയിൽ ഇതായിരിക്കും, കട്ടിയായിരിക്കും, അതാണ് ഇത്രയും പുക വരുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ പുക വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ എന്തായിരുന്നാലും വണ്ടി പെർഫെക്റ്റാണ്, നമുക്ക് ഇതുവരെ ഒരു കുഴപ്പവുമില്ല. ഇപ്പം 21ാമത്തെ വർഷം അങ്ങനെ പോകുന്നു. നമുക്ക് ഇത്രയും കാലമൊന്നും നമ്മളെ സാധാ ബൈക്കുകളൊന്നും അങ്ങനെ ഇരിക്കും, പക്ഷേ അത്രയും മെയിൻറ്റെയിൻ ചെയ്താലേ ഇരിക്കുകയുള്ളൂ. ഇപ്പോൾ എന്തായിരുന്നാലും ഞാൻ അടുത്തൊന്ന് ഒരു റൗണ്ടൊക്കെ കറങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് മക്കളടുത്ത് അവിടെ നിൽക്കാൻ പറഞ്ഞാൽ മതി. പിന്നെ റോട്ടിൽ ഇറങ്ങില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് ഗേറ്റ് തുറന്നിട്ട് പോവാം. ഞാൻ അങ്ങനെ വഴക്ക് പറയുന്നുണ്ട്, റോട്ടിലങ്ങനെ ഇറങ്ങില്ല, അവിടെ ഫ്രണ്ടിൽ തന്നെയാണ് വണ്ടികൾ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഞാനെടുത്തൊന്ന് ഓടിച്ചൊക്കെ കൊണ്ട് വയ്ക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഇതൊന്ന് നിങ്ങൾ ഈ വണ്ടിക്ക് തുരുമ്പ് കയറുന്നതിന് നിങ്ങൾ ജസ്റ്റ് കൊണ്ട് വയ്ക്കുമ്പോൾ ഒന്ന് അതിൽ ഓയിലൊക്കെ ഒന്ന് തടവിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ തിരിച്ച് വരും. തിരിച്ച് വന്നു കഴിഞ്ഞ് വണ്ടി കൊണ്ട് ഒതുക്കി കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ പരിപാടികൾ കഴിഞ്ഞു.